അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്പെഷ്യൽ രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്, പ്രത്യേക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ഭയങ്കര രുചിയാണ്. ഇങ്ങനെ വയ്ക്കാം, ഒരിക്കലേലും ഇങ്ങനെ വെച്ച് നോക്കാം. ഹായ്, നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഞാൻ ഇന്നൊരു ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഞണ്ട് റോസ്റ്റ് ഒന്നും അല്ല, ഇത് അടിപൊളിയായിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയ ഞണ്ടൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ക്ലീൻ ചെയ്യാതെയാണ് ഞണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പുറന്തോടെടുത്ത് എനിക്ക് ഉണക്കി വെക്കണമെന്നും തോന്നി. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ആദ്യം പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് റോസ്റ്റ് ഉണ്ടാക്കാം. വലിയ ഞണ്ടെന്ന് പറഞ്ഞാൽ അതേ ഞണ്ട. ഇത് ഒരെണ്ണം ഒരു 1/2 കിലോ 3/4 കിലോ വരുന്ന ഞണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സാധാരണ ഇങ്ങനത്തെ കിട്ടാറില്ല, കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്തരം നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ക്ലീൻ ചെയ്തൊന്നും വാങ്ങിച്ചില്ല, കാരണം എനിക്കിതിൻ്റെ തോടെടുത്ത് വെക്കണം, കഴുകി വൃത്തിയാക്കി വെക്കണം. ആദ്യം നമ്മൾ ഇവനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെ മാറ്റി വയ്ക്കും. ഈശ്വരാ, വിട്ടണ്ടാന്ന് പറഞ്ഞ് ഇതൊക്കെ ഈസി. ഇതൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, കളയാം. തുറന്നാൽ മതി. എൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിനി ഇതെല്ലാം കളയണം, അതിൻ്റെ ചെറിയ സംഭവം. അപ്പോൾ ഇത് അതിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇത് എനിക്ക് എടുക്കുന്നില്ല, അല്ല ചിലപ്പോൾ എടുത്തേക്കും, എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതൊരു പാർട്ടാക്കി ഇവിടോട്ട് വയ്ക്കുക. ഇവിടോട്ട് വയ്ക്കാം. ഇനി ഇത് രണ്ടായിട്ട് പീസ് ചെയ്ത് കഴുകിയെടുത്താൽ മതി, മാത്രം മതി. ഇതിനി 2-3 കഷ്ണമാക്കാം. ഇനി കാല്, അയ്യോ കാലിൻ്റെ കൈയൊക്കെ വേസ്റ്റാണ്. ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് ഞാൻ ഉണക്കി വെക്കാനാണ് എൻ്റെ പ്ലാൻ. കഴുകി ഉണക്കി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി ഈ ഞണ്ട് നമുക്ക് 2 കഷ്ണങ്ങളാക്കാം, 2-4 കഷ്ണങ്ങളാക്കാം. ഇതിപ്പോൾ 2 കഷ്ണമാക്കാം. നല്ല വൃത്തിയായിട്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മുട്ടയൊക്കെ നമ്മൾ വേറെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ, അതിനിയും വെട്ടുകത്തിയൊന്നും വേണമെന്നില്ല, രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വൃത്തിയാക്കി എടുത്ത കൊഞ്ച് ഇതുപോലെ കുറച്ച് ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഇത്ര ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വേവണ്ട, ഒരു 10 മിനിറ്റോളമൊക്കെ ഒന്ന് വേവുമ്പോഴത്തേക്ക് കൊഞ്ച് നന്നായിട്ട് വെന്തിരിക്കും. ഇത് അത്രയും വെള്ളം മതി, ഒരുപാട് അങ്ങ് മുങ്ങത്തൊക്കെ വെച്ച് വെള്ളമൊന്നും വേണ്ട. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി വലിയ ഞണ്ടല്ലേ, അപ്പോൾ ഒന്ന് വേകാനൊക്കെ ഇച്ചിരി സമയം പിടിച്ചാലോ, അതുകൊണ്ട് ഇച്ചിരി നോക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഇതൊന്ന് നോക്കാം. ഞണ്ടെല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് കറിയാക്കാം. റോസ്റ്റ് കറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ ഇത് റോസ്റ്റ് ചെയ്യാൻ പോകും. കുറച്ച് ചാറൊക്കെ ഇട്ടുണ്ടാക്കാം, അപ്പോൾ നല്ലതായിരിക്കും. ഇതിലെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കണം അതിൻ്റെ ചാറ്. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചുലർത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടെ നമ്മൾ മിക്സിയിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരയ്ക്കരുത്, ചതഞ്ഞാൽ മതി, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് എടുത്താൽ മതി. ഇതാണ് കൺസിസ്റ്റൻസി. ഒന്ന് ചതച്ച് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ കറിവേപ്പില ഇട്ട് കുറച്ച് തക്കാളി ഇത്രയും കൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പേടിച്ചു.
വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഈ പേസ്റ്റ് കൂടെ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 100 സ്പൂൺ എടുക്കും, അതതിൻ്റെ കുഴപ്പം. നല്ല മണം വരുന്നവരെ വഴറ്റാം. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഞണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മതി. ഇനി ഇത് മല്ലിപ്പൊടി. നമ്മൾ മല്ലിപ്പൊടി വേണം ആദ്യം ഇടാനായിട്ട്. ഇച്ചിരി ഇട്ടോ, ഞണ്ട് ഇച്ചിരി വലുതാണ്. ഇട്ടു. നല്ല ഒരു 2 ടേബിൾ സ്പൂണോളം വേണം. ഇനി മുളക് പൊടി ഒരു അധികം അരി അങ്ങ് വേണ്ട. അത് മതിയില്ല, അരി ഇല്ലാലും കൊള്ളത്തില്ല. ഒരു 1.5 ടേബിൾ സ്പൂണോളം. ഇനി കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടുതലിടണം. അല്ല, നമ്മളെ ചുമന്ന മുളക് പൊടി കുറച്ചാണ്. കുരുമുളക് പൊടി മതി. പെരിഞ്ജീരകപ്പൊടി ഒരു ടീസ്പൂണോളം ഇടാം. അതൊക്കെ നല്ലതാണ്. പിന്നെ ഇച്ചിരി ഗരം മസാല, ഇച്ചിരി കുടഞ്ഞിട്ട് അതിനകത്ത് ഗരം മസാല ഇനിയിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. പച്ചമണം മാറുന്ന വരെ ഒന്ന്. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റ്. ഇങ്ങനെ ഉള്ളി അങ്ങനെ ചതച്ചിട്ട് നമ്മൾ ഇതുപോലെ കൊഞ്ച് ഉലർത്തി കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഞണ്ട് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ സൂപ്പ്, അത് ഒരിക്കലും കളയരുത്. അതിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒഴിച്ച് ഇതുപോലെ പറഞ്ഞിട്ട് മേടാം. അത് പിന്നെ ഇതുപോലെ നല്ലപോലെ ഞണ്ടയിലെല്ലാം പെരളുന്ന പോലെ, നമ്മുടെ ഗ്രേവി പെരളുന്ന പോലെ അങ്ങനെ വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കണം. പുളി വേണമെങ്കിൽ നമുക്ക് ഇടാം. ഈ സമയത്ത് വേണ്ടി വരത്തില്ല. നമ്മൾ 2 തക്കാളി ഇട്ടല്ലേ, 2 ഇതിൻ്റെ ആവശ്യം. ഒത്തിരി അങ്ങ് പുളിയൊന്നും വേണം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. എല്ലാം പാകം. അപ്പോൾ ഇനി ഇത് ഒന്ന് മൂടി വെച്ചാൽ അത് ഉപ്പ് വരെ പാകമാണ്. അതായത് കറക്റ്റായിട്ട് വെച്ച് അടച്ചൊരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ കൊഞ്ച് റോസ്റ്റ്, നാടൻ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ഭയങ്കര രുചിയായിട്ടോ. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട്. അപ്പോൾ വളരെ ഈസിയായി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.